So hello everyone. In the last session, we had discussed the advantages and disadvantages of molding. So we were discussing about contact lens, different contact lens materials and its manufacturing. We had discussed about different RGP materials and different manufacturing methods. So in this session, we'll be continuing the same. So on the opening slide, we will be discussing about different types of bifocals, RGP bifocals especially. So in RGB bifocals, we got basically two different varieties of RGB bifocals. The first session will be translating. So translating in sense, we can say that by the movement of the lens, the patient will be able to shift from the distance portion to near portion. So in translating, the different types of translating bifocals are concentric or annular, distance center, one the are available basically progressive addition and implanted segment. So translating in sense, what exactly means is like, so consider you got a, it's similar to that of a normal spectacle bifocal. So once we fit the same lens, the patient's pupillary center will be coinciding with the distant optic center of the lens. So once the patient look down to read, normally what we do is like our the reading material will be kept at a distance which will be far down than the primary visual angle. So once we are looking down, what happens will be the lens will stuck on the lower lid and the lens will attempt to move up. So once the lens is being moved up, will be the patient will be able to, or the person who is wearing the lens will be able to look through the near segment. So അപ്പോൾ നമ്മൾ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. Consider the patient has got a the patient is wearing a lens. ലെൻസ് വെച്ചതിന് ശേഷം എന്ത് ചെയ്തു, നേരെ നോക്കുന്ന സമയത്ത് പേഷ്യൻ്റ് നോക്കുന്നത് എപ്പോഴും ഡിസ്റ്റന്റ് ഒപ്റ്റിക് സെന്ററിലായിരിക്കും. ആൻഡ് പേഷ്യൻ്റ് താഴത്തേക്ക് വായിക്കാനായിട്ട് കൺവേർജ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ താഴത്തേക്കാണ് നോക്കാറുള്ളത് വായിക്കാനായിട്ട്. റീഡിംഗ് ടാർഗറ്റ്സ് നോർമലി നമ്മുടെ പ്രൈമറി വിഷ്വൽ ആംഗിളിൻ്റെനേക്കാളും കുറച്ചുകൂടി താഴെയല്ലേ വെക്കാറുള്ളത്. സോ അപ്പം അങ്ങനെ വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ ഐബോൾ താഴത്തേക്ക് മൂവ് ചെയ്യും. ഐബോൾ താഴത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ലെൻസിന്റെ എഡ്ജ് ലോവർ ലിഡിൽ ടച്ച് ചെയ്യും. ലോവർ ലിഡിൽ ടച്ച് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും, ലെൻസ് മുകളിലേക്ക് മൂവ് ചെയ്യും. സോ ലെൻസ് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക, പേഷ്യന്റെ വിഷ്വൽ ആക്സിസ് എന്ന് പറയുന്നത് നിയർ സെഗ്മെന്റ് വഴിയായിരിക്കും ഉണ്ടാവുക. ദെൻ പ്രോഗ്രസീവ് അഡീഷൻ സിമിലർ തന്നെയാണ്. ഈ ട്രാൻസ്ലേറ്റിങ്ങിൻ്റെ അകത്ത് എല്ലാത്തിലെയും കൺസെപ്റ്റ് സെയിം ആണ്. പ്രോഗ്രസീവ് അഡീഷൻ്റെ അകത്തും കോൺസെൻട്രിക്കിൻ്റെ അകത്തും അതായത് സെന്ററിൽ ഒരു ഡിസ്റ്റൻസ് സെന്റർ അല്ലെങ്കിൽ സെന്ററിൽ ഒരു സെന്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. പെരിഫറി എന്ന് പറയുന്നത് ഒരു കോൺസെൻട്രിക് സർക്കിൾ ആയിരിക്കും. സോ ഇപ്പോൾ കൺസിഡർ ചെയ്യുക ആനുലർ എന്ന് പറയുമ്പോൾ ബേസിക്കലി യു ക്യാൻ സി ആൻഡ് വിൽ ബി ഹാവിങ് എ സെന്റർ ഡിസ്റ്റൻസ് പോർഷൻ. ദിസ് വിൽ ബി ഡി ഫോർ ഡിസ്റ്റൻസ്. സെന്റർ സർക്കിൾ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. ദ അതർ പോർഷൻ വിൽ ബി, അല്ലെങ്കിൽ സറൗണ്ടിങ് ഏരിയ എന്ന് പറയുന്നത് ഒരു നിയർ ആയിരിക്കും. സോ ബേസിക്കലി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് നോക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇത് ലോവർ ലിഡ് ആണ്. പേഷ്യന്റ് താഴത്തേക്ക് ഐബോൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ഐബോളിന്റെ മൂവ്മെന്റ് ആണ് താഴത്തേക്ക്. അപ്പോൾ ലെൻസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അപ്വേർഡിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആവും. സോ അപ്പോൾ അപ്പ് സൈഡിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, പേഷ്യന്റിന്റെ വിഷ്വൽ ആംഗിൾ എന്ന് പറയുന്നത് സെന്റർ നിയറിൽ നിന്ന് മാറിയിട്ട് സെന്റർ ഡിസ്റ്റൻസിൽ നിന്ന് മാറിയിട്ട് നിയറിലേക്ക് വരും. ഇനി ഒരു പ്രോഗ്രസീവ് അഡീഷൻ എന്ന് പറഞ്ഞാൽ സിമിലർ ടു ദാറ്റ് ഓഫ് ഒരു നോർമൽ ബൈഫോക്കൽ ലെൻസ് പോലെ തന്നെ ഒരു സെന്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും, ഇന്റർമീഡിയറ്റ് സോൺ ഉണ്ടാവും ആൻഡ് നിയർ സോൺ ഉണ്ടാവും. സോ പേഷ്യന്റ് പ്രൈമറി പൊസിഷൻ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും, ഈ സെന്റർ ഡിസ്റ്റൻസിന്റെ ഏരിയ ആയിരിക്കും. പേഷ്യന്റ് ലോവർ ലിഡ് ടച്ച് ചെയ്ത് ലെൻസ് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇന്റർമീഡിയറ്റ് ആൻഡ് നിയറിലേക്ക് അത് ഷിഫ്റ്റഡ് ആവും. ദെൻ ഇംപ്ലാന്റഡ് സെഗ്മെന്റും അതേപോലെ തന്നെയാണ്. ദർ വിൽ ബി എ ഡി ബൈഫോക്കൽ ഓർ സംതിങ് വിച്ച് വിൽ ബി സാൻഡ്വിച്ച് ബിറ്റ്വീൻ ടു ലെൻസസ്. ടു ലെൻസസ് എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഒരു സിംഗിൾ ലെൻസിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ദെൻ നോൺ ട്രാൻസ്ലേറ്റിംഗ് വരുമ്പോൾ വിൽ ബി ഹാവിംഗ് ഡിഫ്രാക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ സെന്റർ ഡിസ്റ്റൻസ് ആൻഡ് നിയർ പെരിഫറി വിൽ ബി ഹാവിംഗ് മൾട്ടിപ്പിൾ റിംഗ് സെഗ്മെന്റ്സ്. അതായത് മൾട്ടിപ്പിൾ റിംഗ് സെഗ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ സെഗ്മെന്റിൽ നിന്നും പാസ് ചെയ്ത് വരുന്ന റേ റെറ്റിനയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ക്ലിയർ ബ്ലർ സോൺ പോലെ, അതായത് ഒരു ഡിഫ്രാക്റ്റീവ് പാറ്റേൺ പോലെ ഒരു ക്ലിയർ ബ്ലർ സോൺ ക്രിയേറ്റഡ് ആവും.
സോ അപ്പോൾ ഈ ക്ലിയർ ബ്ലർ സോൺ ക്രിയേറ്റഡ് ആകുന്നത് കൊണ്ട് എന്തായിരിക്കും, പേഷ്യന്റ് ഡിസ്റ്റൻസിലേക്ക് നോക്കുമ്പോൾ ബ്രെയിൻ വിൽ ഇഗ്നോർ ദ blurry image, and nearലേക്ക് നോക്കുമ്പോൾ brain will ignore the blurry image. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ളത് മാത്രം പേഷ്യന്റ് പെർസീവ് ചെയ്യും, ആൻഡ് ബ്ലറി ആയിട്ടുള്ളത് പേഷ്യന്റ് എപ്പോഴും, അല്ലെങ്കിൽ പേഷ്യന്റ് ബ്രെയിൻ എപ്പോഴും എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. അപ്പോൾ ദെൻ കോൺസെൻട്രിക് ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ അകത്ത് ഡിസ്റ്റൻസ് ഉണ്ട് കോൺസെൻട്രിക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞു ഡിഫ്രാക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ബി മൾട്ടിപ്പിൾ നമ്പർ ഓഫ് തിങ്സ്, മൾട്ടിപ്പിൾ നമ്പർ ഉണ്ടാവും. അതിന് പകരം ഇവിടെ ഡിഫ്രാക്റ്റീവിൽ വരുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക, നമുക്ക് ഒരു സെന്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും, ദെൻ ഒരു നിയർ ഉണ്ടാവും, ദെൻ ഒരു സെന്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും, ദെൻ അടുത്തൊരു ഡിസ്റ്റൻസ് സെഗ്മെന്റ് ഉണ്ടാവും, പിന്നെ വീണ്ടും ഒരു നിയർ സെഗ്മെന്റ് ഉണ്ടാവും. സോ ഇത് ആസ് കമ്പയർഡ് ടു ഡിഫ്രാക്റ്റീവ്, ഡിഫ്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് നിയർ ആൻഡ് ഡിസ്റ്റൻസ് സർക്കിൾസ് വിൽ ബി വെരി സ്മോൾ, അതായത് വളരെ ചെറിയ 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 ഡിസ്റ്റൻസ് നിയർ സർക്കിൾസ് ആയിരിക്കും. പക്ഷെ ഇൻ കേസ് ഓഫ് എ കോൺസെൻട്രിക് വൺ എന്തായിരിക്കും അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സെന്റർ, ഒരു ഡിസ്റ്റൻസ് പോർഷൻ ഉണ്ടാവും, then ഒരു നിയർ പോർഷൻ ഉണ്ടാവും, വീണ്ടും ഒരു ഡിസ്റ്റൻസ് പോർഷൻ ഉണ്ടാവും, പിന്നെ ഒരു നിയർ പോർഷൻ ഉണ്ടാവും. Then minimal movement is essential, but physiologically and desirable. കാരണം എന്തുകൊണ്ടാണ്, ഇത് ലെൻസ് മൂവ് ചെയ്തില്ലെങ്കിലും പേഷ്യന്റ് എന്ത് കാണാനായിട്ട് പറ്റും, ഡിസ്റ്റൻസ് നിയറും കാണാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിയർ ബ്ലർ സോൺ ക്രിയേറ്റഡ് ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് പേഷ്യന്റിന്റെ ബ്രെയിനിന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അതായത് ഫിസിയോളജിക്കലി പേഷ്യന്റ് നോക്കുമ്പോൾ, അതായത് പേഷ്യന്റ് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ കാണാൻ പറ്റും, പക്ഷെ ദിൽ ബി ബ്ലർ ആൻഡ് ക്ലിയർ ഇമേജസ് ടുഗദർ. അപ്പോൾ അതിനെ എന്താ പറയുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യാന്നുള്ളത് പേഷ്യന്റിന്റെ തന്നെ ഒരു ടാസ്ക് ആയിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. സോ മാനുഫാക്ചറിങ് RGB ലെൻസസ്, അതായത് ഇപ്പൊ നമ്മൾ പറയുന്നത് ബേസിക്കലി നമ്മുടെ ബൈഫോക്കൽ ലെൻസസിനെ പറ്റിയിട്ടാണ്. കോൺസെൻട്രിക് ആൻഡ് പ്രോഗ്രസീവ് മെയ്ഡ് യൂസിങ് കൺവെൻഷണൽ ലേത്തിങ് ഓർ മോൾഡിംഗ് ടെക്നിക്. ഇപ്പൊ നമ്മൾ കൺവെൻഷണൽ അല്ലെങ്കിൽ കോൺസെൻട്രിക് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ലെൻസസ് എല്ലാം തന്നെ നമ്മൾ എങ്ങനെയായിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്, മോൾഡിംഗ് അല്ലെങ്കിൽ ലേത്തിങ് വെച്ചിട്ടായിരിക്കും. ബിക്കോസ് വി ഡു നോ വാട്ട്സ് ദ പവർ അറ്റ് വാട്ട് പെർട്ടിക്കുലർ ഏരിയ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ലേത്ത് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മോൾഡ് ചെയ്തെടുക്കാം. ഇംപ്ലാന്റഡ് സെഗ്മെന്റ്സ് ആണെങ്കിൽ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു സെഗ്മെന്റിനെ നമ്മൾ സാൻഡ്വിച്ച് ചെയ്തെടുക്കുമായിരിക്കും ചെയ്യുക. ഞാൻ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, സിമിലർ ടു ദാറ്റ് ഓഫ് എ ഡി ബൈഫോക്കൽ, നമ്മൾ പണ്ട് ഗ്ലാസ് ബൈഫോക്കൽസ് എങ്ങനെ മാനുഫാക്ചർ ചെയ്തിരുന്നത്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലെൻസ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് ഒരു സെഗ്മെന്റിന്റെ പോർഷൻ നമ്മൾ കാവ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു സെഗ്മെന്റ് വെച്ചു അത് വിട്ടു പോരാതിരിക്കാനായിട്ട് അതിന് മേളിൽ ഒരു പീസ് ഓഫ് ലെൻസ് വെച്ചിട്ട് ലാമിനേറ്റ് ചെയ്യും. സോ അപ്പോൾ ആ ഒരു സാൻഡ്വിച്ചിങ് മെത്തേഡ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ RGB ബൈഫോക്കൽസ് മാനുഫാക്ചർ ചെയ്യുന്നത്. ദെൻ ഡിഫ്രാക്റ്റീവ് കോൺസെൻട്രിക് സോൺസ് മോൾഡഡ് ഇൻ ടു ബാക്ക് സർഫേസ്, അതായത് ലെൻസിന്റെ ബാക്ക് സർഫേസിലേക്ക് ഡിഫ്രാക്റ്റീവ് അല്ലെങ്കിൽ ആ മൾട്ടിപ്പിൾ കർവ്സിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, മോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. Then the next portion will be tinted RGB contact lenses. Tinting could be either dye is dissolved in the monomer before mixing and polymerization. ഇപ്പോൾ എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് ലെൻസിനെ ടിൻറ്റ് ചെയ്യുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുക, വി ഗോട്ട് എ ലെൻസ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻറ്റ്, അല്ലെങ്കിൽ ദ ട്രാൻസ്പെറൻസി ഓഫ് ദ ലെൻസ് ഈസ് 100%. So for a person with a refractive error or for a normal individual, it will be very difficult for the patient to handle it. നമുക്കൊരു വൈറ്റ് കേസിൽ സൊല്യൂഷൻ്റെ അകത്ത് ഒരു ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ലെൻസ് കിടന്നാൽ എന്ത് സംഭവിക്കും, അത് കാണുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സെയിം സംഭവം നമ്മളൊന്ന് എന്താ പറയാ, നമ്മളൊരു ഒരു ഡൈ ആഡ് ചെയ്തിട്ടുള്ള ഒരു ലെൻസ് ആണ്, അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു കളർ ഉള്ള ഒരു ലെൻസ് ആണെങ്കിൽ ടു ഐഡന്റിഫൈ ദ ലെൻസ് വിൽ ബി വെരി ഈസി. സോ അപ്പോൾ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ലെൻസിനെ ഡൈ ചെയ്ത് എടുക്കുന്നത്. Or pigments is dispersed in monomer before mixing and polymerization. അപ്പോൾ ഡൈ ഒന്നില്ലെങ്കിൽ ഡിസോൾവ് ചെയ്യും, അല്ലെങ്കിൽ പിഗ്മെന്റ്സിനെ, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിഗ്മെന്റ്സ് ഉണ്ട്, അപ്പൊ നാച്ചുറൽ അല്ലെങ്കിൽ നാച്ചുറൽ പിഗ്മെന്റ്സ് ഉണ്ട്, ആ പിഗ്മെന്റ്സിനെ പോളിമറൈസേഷന് തൊട്ട് മുന്നേ അതിൻ്റെ അകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. Then the next one will be RGB. Once RGB lenses are being manufactured, we need to check certain quality of the lens. അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഒപ്റ്റിക്കൽ ക്വാളിറ്റി എങ്ങനെയാണ്, whether whatever lens we had manufactured is of the right power, whether it is of the right base curve, whether it is of the
റൈറ്റ് ഒപ്റ്റിക് സോൺ ഡയമീറ്റർ, ഇതെല്ലാമാണ് നമ്മൾ മാനുഫാക്ചറിംഗ് ക്വാളിറ്റി അഷ്വറൻസിൽ ചെക്ക് ചെയ്യുന്നത്. സോ വൺസ് ദ ലെൻസ് ഈസ് ബീൻ മാനുഫാക്ചർഡ് വി നീഡ് ടു അസസ് ദ ക്വാളിറ്റി ഓഫ് ദ ലെൻസ്. സോ ഫൈനൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മൾ അസസ് ചെയ്യുന്നു. ഫൈനൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്തൊക്കെയാണ് അസസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ പ്രൈമറി ലെൻസ് അസസ്മെന്റിനകത്ത് പ്രിലിമിനറി ലെൻസ് അസസ്മെന്റിന്റെ അകത്ത് വിൽ ബി അസസിങ് ദ സെയിം തിങ് ഓൺ ഡ്രൈ ആസ് വെൽ ആസ് വെറ്റ് സ്റ്റേജ്. സോ ഡ്രൈ സ്റ്റേറ്റിൽ വരുമ്പോൾ POSR, ബാക്ക്വേർഡ് പവർ, ലെൻസ് ഡയമീറ്റർ, image quality, center thickness, edge profile, and overall quality are being assessed. Then, ഇപ്പം നമ്മൾ POSR, ബാക്ക് ഒപ്റ്റിക് സോൺ റേഡിയസ്, ബാക്ക്വേർഡ് പവർ ആണ് BVP എന്ന് പറയുന്നത്, ലെൻസ് ഡയമീറ്റർ, ഇമേജ് ക്വാളിറ്റി, സെന്റർ തിക്നെസ്, ദെൻ എത്ര തിക്നെസ് സെന്ററിലുണ്ട്, എഡ്ജ് പ്രൊഫൈൽ ആൻഡ് ഓവറോൾ ക്വാളിറ്റി നമ്മൾ അസസ് ചെയ്യും. സോ ഇൻ വെറ്റ് സ്റ്റേറ്റിൽ വീണ്ടും നമ്മൾ BOSR വീണ്ടും അസസ് ചെയ്യും. ബാക്ക് ഒപ്റ്റിക് സോൺ റേഡിയസിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ വെറ്റ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ. ഇമേജ് ക്വാളിറ്റി, വെദർ ദ ഇമേജ് ക്വാളിറ്റി ഈസ് ബെറ്റർ ഓർ ഡൾ ഇൻ വെറ്റ് സ്റ്റേറ്റ് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ കോൺടാക്ട് ലെൻസിന്റെ ഡ്രൈ സ്റ്റേറ്റിൽ മാത്രം അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോർണിയയുടെ സർഫേസിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒക്കുലർ സർഫേസിൽ കോൺടാക്ട് ലെൻസ് ഇരിക്കുമ്പോൾ ഒരു വെറ്റ് സെല്ലിൽ ഇരിക്കുന്ന പോലാണ്. സോ അപ്പോൾ വി നീഡ് ടു അസസ് ദ ഇമേജ് ക്വാളിറ്റി അറ്റ് ഡ്രൈ ആസ് വെൽ ആസ് വെറ്റ് സ്റ്റേറ്റ്. ദെൻ ഓവറോൾ ക്വാളിറ്റി, അതായത് പെരിഫറിയിൽ എന്തെങ്കിലും പെരിഫറൽ കേർവ്സിൽ അല്ലെങ്കിൽ എഡ്ജ് പ്രൊഫൈലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ ലെൻസിന്. അതായത് ഒരു റൗണ്ടഡ് എഡ്ജ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്, നമ്മൾ വെറ്റ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് ബൾജ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ലെൻസ് ഇറഗുലർ ആയിട്ട് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്യും ഓവറോൾ ക്വാളിറ്റിയിൽ. ദെൻ ചേഞ്ചസ് ഫ്രം ഡ്രൈ ടു ഹൈഡ്രേറ്റഡ് സ്റ്റേറ്റ്. സപ്പോൾ നമ്മൾ പറഞ്ഞു ലെൻസിനെ നമ്മൾ വൺസ് ദ ലെൻസ് ഈസ് ബീൻ മാനുഫാക്ചർഡ് വാട്ട് വി ഡു ഈസ് വിൽ ബി ഹൈഡ്രേറ്റിംഗ് ദ ലെൻസ്. അപ്പൊ നമുക്കറിയാം RGP ലെൻസിൽ ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ഹൈഡ്രേഷൻ നടക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇപ്പോൾ മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ പറഞ്ഞപ്പോൾ വാട്ടർ കണ്ടന്റ് പറഞ്ഞു. വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് RGPയിലെ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി the water which are being trapped in between the molecules. We won't be able to remove that and we won't be able to add anything extra. So ഇപ്പോൾ ഒരു മെറ്റീരിയലിന്റെ വാട്ടർ കണ്ടന്റ് 5 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലെൻസിനെ മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫൈനൽ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 5 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുന്നത് വഴി അത് കൂടുകയോ കുറയുകയോ ചെയ്യത്തില്ല. അപ്പോൾ ബേസിക്കലി നമ്മൾ ഹൈഡ്രേഷന്റെ കാര്യം പറയുമ്പോൾ വിൽ ബി മോർ വിൽ ബി കൺസിഡറിങ് മോർ അബൌട്ട് ഹൈഡ്രേഷൻ ഇൻ സോഫ്റ്റ് കോൺടാക്ട് ലെൻസസ്. സോ നമ്മൾ ബേസിക്കലി ഹൈഡ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് വെദർ ദ RGB is expanding or not എന്നുള്ളത് വിൽ ബി അസസിങ്. ദെൻ ടോറിസിറ്റി, വെദർ ബിക്കോസ് ഓഫ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് കുറച്ചൊക്കെ വാട്ടർ അബ്സോർബ് ചെയ്യുമെന്ന് കൺസിഡർ ചെയ്യട്ടെ. The newer materials will absorb little water, പക്ഷെ അത് ലെൻസിന്റെ മാട്രിക്സിലേക്ക് പോകുന്നില്ല, സർഫേസിൽ വാട്ടർ അബ്സോർബ് ചെയ്തിരിക്കത്തേ ഉള്ളൂ. സോ ഈ വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് വഴി ഒരു അൺഈവൻ സ്വെല്ലിംഗ് ഓഫ് ലെൻസ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അൺഈവൻ സ്വെല്ലിംഗ് ഓഫ് ലെൻസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഇൻഡ്യൂസ് എ ടോറിസിറ്റി. ദെൻ പാരാമീറ്റർ വിത്തിൻ ടോളറൻസ്, അതായത് ഇപ്പോൾ ലെൻസ് ഇപ്പോൾ കൺസിഡർ ചെയ്യുക ഹൈഡ്രേറ്റ് ചെയ്തപ്പോൾ ലെൻസ് സ്വെല്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇനീഷ്യലി ചെക്ക് ചെയ്ത പാരാമീറ്റേഴ്സും ഇപ്പോഴുള്ള പാരാമീറ്റേഴ്സും തമ്മിൽ, അതായത് ഇനീഷ്യലി ഡ്രൈ സ്റ്റേറ്റിൽ നമ്മൾ നോക്കിയ പാരാമീറ്ററും വെറ്റ് സ്റ്റേറ്റിലുള്ള പാരാമീറ്ററും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യും. ദെൻ അതർ തിങ്സ് ലൈക്ക് സർഫേസ് വെറ്റബിലിറ്റി, ലെൻസിന്റെ സർഫേസിൽ വെറ്റബിലിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, വെദർ ദ പെരിഫറിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ, പെരിഫറൽ കർവ്സ് ബ്ലെൻഡഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ പെരിഫറൽ കർവ്സ് ഒരു ഷാർപ്പ് പെരിഫറൽ കർവ് കൊടുത്തിരിക്കുന്ന സംഭവത്തിൽ നമ്മൾ വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു ഷാലോ പെരിഫറൽ കർവ് ആയിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്യണം. ദെൻ സെന്റർ തിക്നെസ് അഫക്ട്സ് ലെൻസ് ഫ്ലെക്ചർ ഓർ വിഷൻ. ബേസിക്കലി സെന്റർ തിക്നെസ്സിൽ വ്യത്യാസം വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം, ലെൻസ് ഫ്ലെക്ചർ ഉണ്ടാവും. അപ്പൊ ലെൻസിന്റെ തിക്നെസ് വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ബേസിക്കലി ലെൻസിന്റെ റിജിഡിറ്റി കുറവായിരിക്കും. മെറ്റീരിയൽ റിജിഡിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലെൻസിന്റെ റിജിഡിറ്റി കുറവായിരിക്കും. ഒരു സ്റ്റാൻഡേർഡ് തിക്നെസ് ഓഫ് 1 മില്ലിമീറ്ററിൽ ഇപ്പൊ 10 ആണ് ടെൻസൈൽ സ്ട്രെങ്ത് എങ്കിൽ, ഇപ്പോൾ ആ 1 മില്ലിമീറ്ററിൽ നമ്മൾ 0.5 ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ടെൻസൈൽ സ്ട്രെങ്ത് വിൽ ബി ഈവൻ ലെസർ, അല്ലെങ്കിൽ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കും ലെൻസ്. ലെൻസ് ഫ്ലെക്സിബിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും, വിഷനിൽ അത് വ്യത്യാസം ഉണ്ടാക്കും. ഓക്കെ, ദെൻ ഓക്സിജൻ ട്രാൻസ്മിസിബിലിറ്റി. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുക, നമ്മളൊരു ലെൻസ് മാനുഫാക്ചർ ചെയ്തു, ഹൈഡ്രേറ്റ് ചെയ്തു ലെൻസിനെ, അപ്പോൾ കുറച്ച് ലെൻസ് സ്വെല്ല് ചെയ്തു, ഒരു 1 മില്ലിമീറ്ററിൽ നിന്ന് 1.5 മില്ലിമീറ്റർ ആയി. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓക്സിജൻ ട്രാൻസ്മിസിബിലിറ്റി ചിലപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയെന്ന് വരത്തില്ല. അതായത് തിക്നെസ് കൂടുന്നതിനനുസരിച്ച് ഓക്സിജൻ ട്രാൻസ്മിസിബിലിറ്റി, ഓക്സിജൻ പെർമിയബിലിറ്റി എന്ന് പറയുന്ന മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്,
Oxygen transmissibility is basically the property of the lens. So oxygen transmissibility will be reduced. Then relevance of trial lens. നമ്മൾ യൂസ് ചെയ്യുന്ന ട്രയൽ ലെൻസിൽ നിന്ന് വ്യത്യാസം എത്രമാത്രം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ദെൻ ഹാൻഡിലിംഗ്, ദ ലെൻസ് ഈസ് ക്വൈറ്റ് തിന്നർ. ലെൻസ് ഒത്തിരി തിന്നർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഹാൻഡിൽ ചെയ്യാനായിട്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് ബ്രേക്ക് ആവും അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാം. ഇത് കുറച്ച് തിക്നെസ്, അത്യാവശ്യം തിക്നെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ basically it will be very easier for us to handle. Especially in case of an RGB lens, handling ഒരു വലിയ significant ആയിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വരത്തില്ല, because the material what we are using is rigid. അപ്പോൾ അത് റിജിഡ് ആയതുകൊണ്ട് തന്നെയുള്ള അഡ്വാൻറ്റേജ് എന്തായിരിക്കും? The patient will be able to handle it in a better manner. Then tolerance plus or minus 10% വ്യത്യാസം വരാറുണ്ട്. ചിലപ്പോൾ കുറച്ചുകൂടി കൺവീനിയന്റ് ആവും പേഷ്യന്റ് തിക്നെസ് കൂടുന്നതുകൊണ്ട്, ചില പേഷ്യന്റിന് കുറച്ചുകൂടി ലെസ് കൺവീനിയന്റ് ആയിട്ട് മാറാറുണ്ട്. Now we'll be discussing about soft contact lens materials and manufacturing. So soft contact lens material physical compatibility must allow lens movement, must be flexible, especially the thicker lenses. അതായത് ഇപ്പോൾ നമ്മൾ RGBയുടെ കാര്യം വന്നപ്പോൾ എന്താ നമ്മൾ പറയാറുള്ളത്? The lens should be rigid. പക്ഷെ ഇൻ കേസ് ഓഫ് സോഫ്റ്റ് ലെൻസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ലെൻസ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഫ്ലെക്സിബിൾ ആണെങ്കിൽ മാത്രമേ ലെൻസിന് ഒരു കൺഫോമിറ്റി ഉണ്ടാവുള്ളൂ. കൺഫോമിറ്റി ഉണ്ടായാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? പേഷ്യന്റിന് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് കാണാനായിട്ട് പറ്റത്തുള്ളൂ. സോ അപ്പോൾ മസ്റ്റ് അലൗ ലെൻസ് മൂവ്മെന്റ്. അതേപോലെ നമ്മുടെ സോഫ്റ്റ് ലെൻസ് ആകുമ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, അതേപോലെ തന്നെ മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. മൂവ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. മൂവ്മെന്റ് ഈസ് ബേസിക്കലി ടു increase the tear exchange, hence we'll be able to improve the exchange of metabolic waste. അല്ലെങ്കിൽ നമ്മുടെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ അഴുക്കുള്ള ടി എഫ് ഫിലിം, അതായത് മെറ്റബോളിക് വേസ്റ്റും കാര്യങ്ങളും ഉള്ള ടി എഫ് ഫിലിമിനെ മാറ്റിയിട്ട് പുതിയ ടി എഫ് ഫിലിം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെൻസ് മോട്ടിലിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ ലെൻസ് ഫ്ലെക്സിബിൾ ആണ് ആൻഡ് ലെൻസിന് ഒരു നമ്മുടെ കോർണിയുടെ ഷേപ്പുമായിട്ട് കൺഫോമിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ലെൻസ് മൂവ്മെന്റ് ഉണ്ടാവത്തില്ല. മൂവ്മെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിക് വേസ്റ്റിന്റെ റിമൂവലും നടക്കത്തില്ല. മസ്റ്റ് ബി ഫ്ലെക്സിബിൾ, എസ്പെഷ്യലി ദ തിക്കർ ലെൻസസ്. ഇപ്പോൾ ലെൻസ് കുറച്ച് തിക്കർ ആയാൽ പോലും ഇൻ കേസ് ഓഫ് എ സോഫ്റ്റ് ലെൻസ് ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. Soft contact lens material optical quality will be, it depends on the surface quality after hydration. അപ്പോൾ നമ്മൾ പറഞ്ഞു RGBയും സോഫ്റ്റും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് എന്താണ്? Soft lens will absorb some water. So once water is been absorb ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള അടുത്ത അഡ്വാൻറ്റേജ് എന്തായിരിക്കും? once water is been absorbed, അതിന്റെ സർഫേസിൽ ചേഞ്ചസ് വരാം. സോ ഒപ്റ്റിക്കൽ ക്വാളിറ്റിയിൽ ഡിപ്പെൻസ് ഓൺ സർഫേസ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് ആദ്യമേ പറയാം. ലെൻസിന്റെ സർഫേസ് ക്വാളിറ്റി എങ്ങനെയാണോ ഹൈഡ്രേഷന് ശേഷം ഉള്ള സർഫേസ് ക്വാളിറ്റി വെച്ചിട്ടായിരിക്കും പേഷ്യന്റിന് എത്രമാത്രം ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും നമുക്ക് പറയാൻ പറ്റുക. അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ഇമേജ് വിച്ച് ഈസ് ബീൻ ഫോംഡ്. വി ക്യാൻ കറക്റ്റ് the refractive error with any type of lenses, but the quality of vision will depend upon the surface quality. ഇപ്പോൾ ചില പേഷ്യൻസിന് കോർണിയ നമുക്ക് പേഷ്യന്റ് റിഫ്രാക്റ്റീവ് എറർ ഉണ്ടാവത്തില്ല, പക്ഷേ കോർണിയൽ അബ്രേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോർണിയയുടെ സർഫേസ് സ്മൂത്ത് അല്ല എന്നുണ്ടെങ്കിൽ പേഷ്യന്റ് എന്ത് ഫീൽ ചെയ്യും? പേഷ്യന്റ് വിൽ എക്സ്പീരിയൻസ് അബ്രേഷൻസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം വരിക? അബ്രേഷൻസ് ലൈക്ക് ക്രോമാറ്റിക് അബ്രേഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇവിടെ. ക്രോമാറ്റിക് അബ്രേഷൻ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ മെറ്റീരിയൽ. പക്ഷേ ഇൻ കേസ് ഓഫ് കോർണിയൽ വരുമ്പോൾ എന്തൊക്കെ അബ്രേഷൻസ് ലൈക്ക് സ്ഫെറിക്കൽ അബ്രേഷൻ, കോമ, അങ്ങനെയുള്ള ഫിനോമിനൻസ് ഒക്കെ പേഷ്യന്റ് കാണാനായിട്ട് പറ്റും. സോ അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? പേഷ്യന്റ് ഒപ്റ്റിക്കൽ ക്വാളിറ്റി വിൽ ബി ലെസർ. ഇപ്പോൾ ഒരു കോമ അബ്രേഷൻ ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഓൾ ദ ഇമേജസ് വിൽ ബി, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് സ്ലാൻഡഡോ അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് പുൾ ഔട്ട് ചെയ്തതുപോലെ, അതായത് നമ്മൾ ഒരു സൈഡിലേക്ക് വലിച്ചു പിടിച്ചിരിക്കുന്ന പോലെ പേഷ്യന്റിന് തോന്നും. ദെൻ ഷേപ്പ് റെഗുലാരിറ്റി ആഫ്റ്റർ ഹൈഡ്രേഷൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സർഫേസ് റെഗുലർ ആണ് എന്നുണ്ടെങ്കിൽ ചാൻസസ് ഓഫ് ഹാവിങ് അബ്രേഷൻസ് വിൽ ബി ലെസർ. അതിലും കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞു, സർഫേസ് റെഗുലർ ആണ് എന്നുണ്ടെങ്കിൽ ചാൻസസ് ഓഫ് ഹാവിങ് ടോറിസിറ്റി ഈസ് വെരി, ടോറിസിറ്റി വളരെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. Then the next thing which we need to consider is BVP. BVP ബാക്ക് വെർട്ടെക്സ് പവറിൽ ആഫ്റ്റർ ഹൈഡ്രേഷൻ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യണം. അല്ലെങ്കിൽ ആഫ്റ്റർ ഹൈഡ്രേഷൻ നമ്മൾ എന്താ പറയുക, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരാനായിട്ട് പാടില്ല. ദെൻ നോ അൺവാണ്ടഡ്
ടോറിസിറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ഹൈഡ്രേഷന് ശേഷം സർഫേസിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടോറിസിറ്റി അവിടെ ജനറേറ്റഡ് ആവത്തില്ല. നമ്മൾ എത്രയാണോ നമ്മൾ എന്തെങ്കിലും ടോറിസിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് സ്റ്റേ there. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു -1 സിലിണ്ടർ ആണ് ടോറിസിറ്റി നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ഇപ്പോഴും -1 സിലിണ്ടർ ആയിട്ട് തന്നെ ഇരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ -1 കൊടുത്തിരിക്കുന്നത് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അതേപോലെ തന്നെ വേറെ അഡീഷണൽ ഒരു ആക്സിസിലും ഈ സിലിണ്ടറിക്കൽ പവർ ഇൻഡ്യൂസ് ചെയ്യാനും പാടില്ല. ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന -1 at 180 ആണ് എന്നുണ്ടെങ്കിൽ -1 at 180 തന്നെ ആയിരിക്കണം ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലും ഉണ്ടാവേണ്ടത്. ദെൻ അക്യുറേറ്റ് സിലിണ്ടർ ആക്സിസ് ഇഫ് ടോറി. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സെയിം കാര്യം തന്നെ. ഇപ്പൊ നമ്മൾ 180 പവർ കൊടുത്തിരിക്കുന്നതെങ്കിൽ 180 തന്നെ ആയിരിക്കണം ആ പവർ ഇരിക്കേണ്ടത്. അല്ലാതെ 170 ആവാൻ പാടില്ല, അല്ലെങ്കിൽ 110 ഡിഗ്രി ആവാനും പാടില്ല. So soft contact lens material important physical or chemical properties. നമ്മൾ RGB പറഞ്ഞ സിമിലർ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്സിജൻ പെർമിയബിലിറ്റി, water content, elasticity, ionicity, deposit resistance, refractive index, durability, and environmental susceptibility. So oxygen permeability നമ്മൾ ഇനി ഓരോരോ കാര്യങ്ങളും നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. Oxygen permeability is influenced by water content. So ഇപ്പോൾ നമ്മൾ as compared to RGB lens, നമുക്ക് RGB നമുക്കറിയാം does not have any water, അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടന്റ് ആണ് അവിടെ ഉള്ളത്. പക്ഷെ ഇൻ കേസ് ഓഫ് സോഫ്റ്റ് കോൺടാക്ട് ലെൻസ് മെറ്റീരിയൽ മെജോറിറ്റി ഇറ്റ് ഈസ് വാട്ടർ. സോ മെജോറിറ്റി വാട്ടർ ആയതുകൊണ്ട് തന്നെ ഓക്സിജൻ പെർമിയബിലിറ്റി വിൽ ഡിപ്പെൻഡ് അപ്പോൺ വാട്ടർ കണ്ടന്റ്. സോ ഹയർ ദ വാട്ടർ കണ്ടന്റ്, ഹയർ ദ ഓക്സിജൻ പെർമിയബിലിറ്റി. ഞാൻ ഇവിടെ പറയുന്നത് ട്രാൻസ്മിസിബിലിറ്റി അല്ല, മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്സിജൻ പെർമിയബിലിറ്റി വിൽ ബി ഹയർ ഇൻ എ ഹൈ വാട്ടർ കണ്ടന്റ് ലെൻസ്. ഇപ്പൊ 100% അല്ലെങ്കിൽ 100% പറയണ്ട, ഒരു 80% വാട്ടർ കണ്ടന്റ് ഉള്ള ലെൻസും ഒരു 30% വാട്ടർ കണ്ടന്റ് ഉള്ള ലെൻസ് അല്ല, ഒരു 80% വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു മെറ്റീരിയലും ഒരു 30% വാട്ടർ കണ്ടന്റ് ഉള്ള മെറ്റീരിയലും നമ്മൾ എടുത്താൽ 80% വാട്ടർ കണ്ടന്റ് ഉള്ള മെറ്റീരിയൽ വിൽ ഹാവ് ഹയർ ഓക്സിജൻ പെർമിയബിലിറ്റി because of the presence of water. Because water will act as a carrier for the oxygen. അതായത് ഫ്രം വൺ സർഫേസ് ടു അതർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാരിയർ ആയിട്ട് വാട്ടർ ആക്ട് ചെയ്യും. Then chemistry of the polymer. The second thing is like oxygen permeability will solely depend upon the chemistry of polymer. Similar to that of ഞാൻ അന്ന് ബോർഡിലൊക്കെ വരച്ച് കാണിച്ചിരുന്നു, മോളിക്യൂൾസിന്റെ ഇടയിലൂടെ നമ്മുടെ ഓക്സിജൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്. സോ അപ്പോൾ നമ്മുടെ എങ്ങനെയാണോ കെമിക്കലി മെറ്റീരിയൽ ഉള്ളത് അത് വെച്ചിട്ട് ഓക്സിജൻ പെർമിയബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. Then the next one will be methods of water retention. എങ്ങനെയാണ് വാട്ടർ റിറ്റെയിൻ ചെയ്യുന്നത്? സർഫേസിൽ അറ്റാച്ച് ചെയ്യുവാണോ അതോ മാട്രിക്സിലേക്ക് അബ്സോർബ് ചെയ്യുവാണോ എന്നുള്ളത് വെച്ചിട്ട് ഈ പറയുന്ന ഓക്സിജൻ പെർമിയബിലിറ്റിയുടെ വ്യത്യാസം. സർഫേസിൽ മാത്രമാണ് വാട്ടർ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ ഓക്സിജൻ പെർമിയബിലിറ്റി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടത്തില്ല. ഇഫ് ദ ലെൻസ് ഈസ് ബീൻ അബ്സോർബ്ഡ് ഇൻ ടു ദ മാട്രിക്സ് ഓഫ് ദ ലെൻസ്, ലെൻസിന്റെ മാട്രിക്സിലേക്കാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നതെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? There will be higher oxygen permeability. Then temperature. Then higher the temperature. ഇപ്പൊ നമുക്കറിയാം ഒത്തിരി ടെമ്പറേച്ചർ ഹൈ ആയാലും ലോ ആയാലും ഈ പറയുന്ന ഓക്സിജൻ പെർമിയബിലിറ്റിനെ അത് അഫക്റ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇഫ് ഇൻക്രീസ് ദ ഹീറ്റ് ദ മെറ്റീരിയൽ വിൽ ടെൻഡ് ടു എക്സ്പാൻഡ് ചെയ്യുന്നത് വഴി എന്ത് സംഭവിക്കും? ഓക്സിജൻ പെർമിയബിലിറ്റി കൂടും. ആൻഡ് കുറയുന്നത് വഴി, ടെമ്പറേച്ചർ കുറയുന്നത് വഴി എന്ത് സംഭവിക്കും? ഷ്രിങ്ക് ചെയ്യുമ്പോൾ the arrangement of the molecules will be quite tighter ആയി കഴിഞ്ഞാൽ ഓക്സിജൻ പെർമിയബിലിറ്റി കുറയും. Then again pH. So pH എന്തെങ്കിലും വേരിയേഷൻ വന്നാലും ഈ പറയുന്ന ഓക്സിജൻ പെർമിയബിലിറ്റിയിൽ അഫക്ട് ചെയ്യും. സോ ഒരു ന്യൂട്രൽ പി എച്ച് ആണെങ്കിൽ ബെറ്റർ ഓക്സിജൻ പെർമിയബിലിറ്റി ഉണ്ടാവും. ഒരു അസിഡിക്കോ ആൽക്കലൈൻ പി എച്ച് ആണ് എന്നുണ്ടെങ്കിൽ there will be significant oxygen permeability ഒരു significant difference will be able to see. Then tonicity of the lens. ഹൈപ്പർടോണിക് ആണോ ഹൈപ്പോട്ടോണിക് ആണോ ലെൻസ് എന്നുള്ളത് വെച്ചിട്ട് വ്യത്യാസം വരും. ഇപ്പോൾ ഒരു ഐസോട്ടോണിക് മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് ബി അബ്സോർബിങ് എനി വാട്ടർ ഇൻ ഓർ ഇറ്റ് വോണ്ട് ബി ലൂസിങ് എനി വാട്ടർ ഫ്രം ദ മെറ്റീരിയൽ. ഇപ്പൊ നമ്മളൊരു ഹൈപ്പർടോണിക് ആയിട്ടുള്ള ഒരു ലെൻസ് എടുക്കുന്നെങ്കിൽ ഇറ്റ് വിൽ ഡ്രോ മോർ വാട്ടർ ഇൻ ടു ഇറ്റ് ആൻഡ് ഹെൻസ് ദ ഓക്സിജൻ പെർമിയബിലിറ്റി വിൽ ബി ഹയർ ഇൻ ഇറ്റ്. If we are using a hypotonic material, hypotonic ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ നേരെ തിരിച്ചാണ്. ഹൈപ്പർടോണിക്കിൽ വരുമ്പോൾ it will lose some water from the lens and it will എന്താ പറയാ
the oxygen permeability will be lesser. So water content influences oxygen permeability, refractive index, rigidity, durability, minimum thickness to prevent evaporation, environment susceptibility including spoilage, lens care choices. So water content വെച്ചിട്ടും ലെൻസ് മെറ്റീരിയലിന്റെ വാട്ടർ കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് ലെൻസിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യും. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹയർ ദ വാട്ടർ കണ്ടന്റ് ഹയർ ദ ഓക്സിജൻ പെർമിയബിലിറ്റി. ഇപ്പൊ നമുക്കറിയാം വാട്ടർ കണ്ടന്റ് ഹൈ ആണെങ്കിൽ ഓക്സിജൻ പെർമിയബിലിറ്റി ഹൈ ആയിരിക്കും. So refractive index, water കൂടുതൽ ആഡ് ചെയ്യുന്നത് വഴി the density of the material will be lesser, so refractive index കുറയും. Higher the water content, lower the refractive index. Lower the water content, higher the refractive index എന്നാണ് നമുക്ക് പറയാം. Rigidity. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക വാട്ടർ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? The material rigidity will be very lesser. അപ്പോൾ വാട്ടർ കണ്ടന്റ് കൂടിയാൽ മെറ്റീരിയൽ റിജിഡിറ്റി കുറയും, വാട്ടർ കണ്ടന്റ് കുറഞ്ഞാൽ മെറ്റീരിയൽ റിജിഡിറ്റി. Then durability. The durability will totally depend upon how tough is the material. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ് അല്ലെങ്കിൽ റിജിഡിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഡ്യൂറബിലിറ്റി വിൽ ബി ഹയർ. അല്ലെങ്കിൽ ഹൈ വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സ്പോയിൽ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഡ്യൂറബിലിറ്റി വിൽ ബി ലെസ്സർ ഇൻ കേസ് ഓഫ് എ ഹൈ വാട്ടർ കണ്ടന്റ് മെറ്റീരിയൽ ആൻഡ് durability will be high in case of a low water content material. Then the next one will be minimum thickness to prevent evaporation. അതായത് നമുക്കൊരു ലെൻസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൽ നിന്ന് നമ്മളൊരു ലെൻസിലേക്ക് മാറ്റുന്ന സമയത്ത് the things what we need to assess is like ഇപ്പൊ നമ്മുടെ സോ ദ ഡ്യൂറബിലിറ്റി നമ്മളൊരു ലെൻസിനെ ഒരു സർഫേസിൽ നിന്ന് വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നതിന് നമ്മൾ ഇവാപറേഷൻ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു പെർവാപറേഷൻ എന്താണെന്നുള്ളത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു ഐ തിങ്ക്. So evaporation is something like if the water is being evaporated from the lens and if the lens is absorbing water from the surrounding ocular tissue, then that's basically known as pervaporation. Suppose standard ഒരു thickness ഉണ്ട് എന്നുണ്ടെങ്കിൽ we'll be able to reduce the amount of pervaporation. Pervaporation ഉണ്ടായാൽ അടുത്ത പ്രശ്നം എന്തായിരിക്കും ഉണ്ടാവുക? Ocular surface dry ആവും. സോ അപ്പോൾ ocular surface dry ആവാതിരിക്കാനായിട്ട് ഒരു മിനിമൽ സ്റ്റാൻഡേർഡ് തിക്നെസ് നമുക്ക് ആവശ്യമുണ്ട്. സോ അപ്പോൾ അത് എത്രമാത്രം വേണം എന്നുള്ളത് ഈ വാട്ടർ കണ്ടന്റ് വെച്ചിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും. Then environment susceptibility including spoilage. So environment susceptibility എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ നിൽക്കുന്ന ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഹോട്ട് ആയിട്ടുള്ള ഒരു സർഫേസിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഹൈ വാട്ടർ കണ്ടന്റ് ലെൻസസ് വിൽ ടെൻഡ് ടു സ്പോയിൽ ഈസിലി ആസ് കമ്പയർഡ് ടു ലോ വാട്ടർ കണ്ടന്റ്. കാരണം എന്താണ്? ഹൈ വാട്ടർ കണ്ടന്റ് ലെൻസിൽ പെർവാപറേഷൻ ഉണ്ടാകുമ്പോൾ ലെൻസിന്റെ സർഫേസ് ഡ്രൈ ആവും. സോ ഡ്രൈ ആയ സർഫേസ് ഡാമേജ് ആവാനായിട്ടുള്ള ചാൻസസ് വിൽ ബി ഈസി. Then lens care choice. അപ്പോൾ നമ്മൾ ഒരു ഹൈ വാട്ടർ കണ്ടന്റ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ we won't be able to use all lens care products. കാരണം എന്തുകൊണ്ടാണ്? ഹൈ വാട്ടർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ water is a good solvent എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. So the chemicals which we are using to clean the lens will tend to absorb into the lens material. So high water ആണെങ്കിൽ ഈ പറയുന്ന പല കെമിക്കൽസും അബ്സോർബ്ഡ് ആവാം. സോ അപ്പോൾ എല്ലാ ലെൻസിനും എല്ലാ ലെൻസ് കെയർ പ്രൊഡക്ട്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. So high water content lens ആണെങ്കിൽ the usage of അല്ലെങ്കിൽ the availability of lens care regimen will be lesser. ഇപ്പോൾ low water content ആണെങ്കിൽ ഏത് reagent യൂസ് ചെയ്താലും അല്ലെങ്കിൽ ഏത് കെമിക്കൽ യൂസ് ചെയ്താലും നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്താലും it won't damage the lens or it won't get absorbed into the lens matrix. ഇപ്പോൾ നമ്മൾ വാട്ടർ കണ്ടന്റിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ലെസ് ദാൻ 40 എന്ന് പറയുന്നത് ലോ ആണ്. 40 ആണ് എന്നുണ്ടെങ്കിൽ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഒരു 5 to 8 ഡികെയില് വ്യത്യാസം വരും. 34 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മളിവിടെ എല്ലാ മെറ്റീരിയൽസ് ഓഫ് കോണ്ടാക്ട് ലെൻസ് മെറ്റീരിയൽ ഡികെ 34 ഡിഗ്രിയാണ് എടുക്കാറുള്ളത്. ബിക്കോസ് ഒരു ഒപ്റ്റിമൽ ഓപ്പൺ ഐ കണ്ടീഷനിൽ ഉള്ള നമ്മുടെ കോർണിയയുടെ സർഫേസിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 34 ഡിഗ്രിയാണ്. ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി കോൾഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് കോൾഡർ ദാൻ ദ നോർമൽ അല്ലെങ്കിൽ ഇറ്റ് ഈസ് കൂളർ ദാൻ ദ നോർമൽ ബോഡി ടെമ്പറേച്ചർ. സോ അപ്പോൾ വാട്ടർ കണ്ടന്റ് ലെസ് ദാൻ 40 ആണെങ്കിൽ 5 to 8 വരെ ആയിരിക്കും
വാട്ടർ കണ്ടന്റ് കൊണ്ട് ഉണ്ടാകുന്ന ഡീകേ വാല്യൂ അല്ലെങ്കിൽ ഓക്സിജൻ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. 40 to 55% ആണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 17 to 19 ആൻഡ് if it is above 55% it will be 18 to 28. സോ ലോ വാട്ടർ കണ്ടന്റ് ലെൻസസിന്റെ അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് സസെപ്റ്റബിൾ ടു എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ആൻഡ് മോർ സ്റ്റേബിൾ പാരാമീറ്റേഴ്സ്. ഇപ്പൊ എൻവയോൺമെന്റൽ കണ്ടീഷൻസിൽ വലിയൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു പെർവാപ്പറേഷൻ തന്നെ നമുക്ക് എടുക്കാം. സോ ഇപ്പൊ പെർവാപ്പറേഷൻ കുറവാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലെൻസിന്റെ പാരാമീറ്റേഴ്സിൽ വലിയൊരു ചേഞ്ചസ് ഒന്നും വരത്തില്ല. അല്ലെങ്കിൽ പെർവാപ്പറേഷൻ വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് സർഫേസ് ഡ്രൈനസോ അല്ലെങ്കിൽ പെർവാപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുക ലെൻസിന്റെ അകത്തുനിന്നുള്ള വാട്ടർ ഫുൾ ഇവാപറേറ്റ് ചെയ്ത് പോയി. അടുത്ത് എന്താണ് ലെൻസ് സറൗണ്ടിങ് സർഫേസിൽ നിന്ന് വാട്ടറിനെ അബ്സോർബ് ചെയ്തു, അത് വീണ്ടും ഇവാപറേറ്റ് ചെയ്ത് പോകും. ദെൻ അബ്സോർബ് ചെയ്യാൻ വേറെ വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ലെൻസിന്റെ ഷേപ്പിൽ ചേഞ്ച് വരും അല്ലെങ്കിൽ ലെൻസ് ഷ്രിങ്ക് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള പാരാമീറ്റർ ചേഞ്ചസ് ഒന്നും തന്നെ ഈ പറയുന്ന ലോ വാട്ടർ കണ്ടന്റ് ലെൻസസിൽ ഇല്ല. മോർ റിജിഡ്, ഈസിയർ ടു ഹാൻഡിൽ. നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലോവർ ദ വാട്ടർ കണ്ടന്റ് ദ റിജിഡിറ്റി വിൽ ബി ഹയർ. റിജിഡിറ്റി കൂടുതലാണെങ്കിൽ എന്തായിരിക്കും പേഷ്യന്റ് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ്? ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു റിജിഡ് ആയിട്ട് മെറ്റീരിയലിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ലോവർ ദ വാട്ടർ കണ്ടന്റ് ദ ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ വിൽ ബി ഹയർ. ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഹയർ ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹയർ ആയിരിക്കും. എനി ലെൻസ് കെയർ പ്രൊഡക്റ്റ് ക്യാൻ ബി യൂസ്ഡ്. കാരണം എന്തുകൊണ്ടാണ്? ഒരു ലെൻസ് കെയർ പ്രൊഡക്റ്റും ലെൻസിനുള്ളിലേക്ക് അബ്സോർബ്ഡ് ആവുന്നില്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഫൈനൽ ലെൻസിലേക്ക് അബ്സോർബ് ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ലോ വാട്ടർ കണ്ടന്റ് ആണെങ്കിൽ ഏത് ലെൻസ് കെയർ റെജിമെനും നമുക്ക് പേഷ്യന്റിന് കൊടുക്കാനായിട്ട് സാധിക്കും. Then great reproducibility because of its rigidity will be easily able to reproduce the lens. അതായത് സിമിലർ പാരാമീറ്റേഴ്സിലുള്ള n number of ലെൻസസിന് നമുക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കാം. കൺസിഡർ ചെയ്യുക, നമ്മളൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ ദർ ബി സ്ലൈറ്റ് വേരിയേഷൻസ്. എസ്പെഷ്യലി നമ്മൾ ഈ ഈസ് ഓഫ് മാനുഫാക്ചർ പറയുന്നത് ലേത്തിങ്ങിന്റെ കാര്യത്തിലാണ്. മോൾഡിംഗിൽ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ഒന്നും വരുന്നില്ല. പക്ഷെ ഇൻ കേസ് ഓഫ് ലേത്തിങ്ങിൽ ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുക, നമ്മളൊരു സ്പോഞ്ചിനെ ഒരു കത്തി വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരു ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. സംവാട്ട് നമുക്ക് ആവശ്യം വരുന്ന ഒരു ഷേപ്പ് കിട്ടും, പക്ഷെ ഒരു ചെറിയ ഇറഗുലാരിറ്റി അവിടെ ഉണ്ടാവും. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് അതേപോലെ തന്നെ രണ്ടാമതൊരു പീസ് സ്പോഞ്ചിനെ നമുക്ക് കട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി റിജിഡിറ്റി. റിജിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് ലെൻസസ് എപ്പോഴും ഒരേപോലെ ഇരിക്കത്തില്ല. അപ്പൊ ലേത്തിന്റെ സമയത്ത് നമ്മൾ ഈ കത്തി വെച്ച് സ്പോഞ്ചിനെ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ലേത്തിങ്ങിൽ നമ്മൾ ലെൻസ് മെറ്റീരിയലിനെ കാർവ് ചെയ്യുന്നത്. Then more wettable. Lens surface will be more wettable if the water content of the material is low. കാരണം ലെൻസിന്റെ അകത്തുള്ള വാട്ടർ എന്ന് പറയുന്നത് കൂടുതലും സർഫേസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വാട്ടർ ആയിരിക്കും. സോ കൂടുതൽ വെറ്റബിൾ ആയിട്ടുള്ള ഒരു ലെൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. Then perforation staining is less likely. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ലെൻസിൽ പെർവാപ്പറേഷൻ ഉണ്ടാവുന്നതിനുള്ള ചാൻസസ് കുറവാണ്. പെർവാപ്പറേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കുറവായത് എന്തുകൊണ്ടാണ്? ലെൻസിന്റെ അകത്തുനിന്ന് വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകാനായിട്ട് ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണ് വാട്ടർ. വളരെ കുറച്ച് വാട്ടറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുന്ന വാട്ടറും കുറവായിരിക്കും. അപ്പൊ സർഫേസ് വിൽ ബി, അല്ലെങ്കിൽ ഒക്കുലർ സർഫേസ് വിൽ ബി കമ്പാരിറ്റീവ്ലി വെറ്റ്. ഒക്കുലർ സർഫേസ് കമ്പാരിറ്റീവ്ലി വെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ ഡാമേജ് അവിടെ സംഭവിക്കത്തില്ല. ടിഷ്യൂ ഡാമേജ് സംഭവിക്കാത്തത് കൊണ്ട് തന്നെ പെർവാപ്പറേഷൻ സ്റ്റെയിനിങ്ങും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ലോ വാട്ടർ കണ്ടന്റ് ഡിസഡ്വാൻറ്റേജസ് വിൽ ബി ലോ ഡീകെ. നമ്മളിവിടെ ലോ ഡീകെ എന്ന് പറയുന്നത് എന്ത് വെച്ചിട്ടാണ്? ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ ഒരു ഡീകെ വാല്യൂ വെച്ചിട്ട് പറഞ്ഞു. ഇഫ് ദ വാട്ടർ കണ്ടന്റ് ഈസ് ലോ ദ ഡീകെ അഡീഷൻ വിൽ ബി അബൌട്ട് 5 to 8 ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോൾ 5 to 8 വരെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ ഇൻ കേസ് ഓഫ് ഹൈ വാട്ടർ കണ്ടന്റ് ലെൻസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഡീകെ എത്രയാണ്? 18 to 28 ആണ്. അപ്പൊ 18 to 28 നമുക്ക് കിട്ടത്തില്ല, പകരം 5 to 8 മാത്രമേ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. Then the lens will be less flexible. Flexibility കുറവാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത് സംഭവിക്കുന്നതായിരിക്കും patient won't be that much comfortable with the lens as compared to a high water content. High water content ആണെങ്കിൽ ലെൻസ് ഷേപ്പിൽ ചേഞ്ച് വരും. ലെൻസിന്റെ ഷേപ്പിൽ ചേഞ്ച് വന്നാൽ ഓട്ടോമാറ്റിക്കലി പേഷ്യന്റ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു കൺഫോമിറ്റി വന്നാൽ ഓട്ടോമാറ്റിക്കലി പേഷ്യന്റ് വിൽ ബി മോർ കംഫർട്ടബിൾ. Then thin lenses will be difficult to handle. ഇപ്പോൾ ഒത്തിരി തിന്നായിട്ടുള്ള ഒരു ലെൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് വാട്ടർ കണ്ടന്റ് കൊണ്ട് ഉണ്ടാകാവുന്ന തിക്നെസ് ഇവിടെ കുറവായിരിക്കും. കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹാൻഡിലിംഗ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും പേഷ്യന്റിന്. Then high water content lenses and advantages are high decay, more flexible, fast restoration of shape, forming deformation.
ഹൈ ഡി കെ ഉണ്ടാവും. ബിക്കോസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വാട്ടർ കണ്ടന്റ് 18 to 28 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് വരുന്നത്. വാട്ടർ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് ഡി കെ വാല്യൂ കൂടും. വാട്ടർ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് റിജിഡിറ്റി കുറയും. റിജിഡിറ്റി കുറയുന്നത് വഴി ലെൻസ് വിൽ ബി മോർ ഫ്ലെക്സിബിൾ. ഫോസ്റ്റർ റിസ്റ്റോറേഷൻ ഓഫ് ഷേപ്പ് ഫോളോയിങ് ഡിഫോർമേഷൻ. അതായത് ഒത്തിരി വാട്ടർ ലെൻസിൽ ഉള്ളത് കൊണ്ട് തന്നെ ലെൻസ് ഷ്രിങ്കേജോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എന്ത് സംഭവിക്കും ഇവിടെ? വളരെ എളുപ്പത്തിൽ ലെൻസിന്റെ ഷേപ്പ് റീഗെയിൻ ചെയ്യും. The disadvantages will be ലെൻസ് വിൽ ബി ഫ്രജൈൽ. ഒത്തിരി ഹൈ വാട്ടർ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ലെൻസിന്റെ ഷേപ്പ് അല്ലെങ്കിൽ റിജിഡിറ്റി വിൽ ബി വെരി ലോ. റിജിഡിറ്റി കുറവെന്ന് പറഞ്ഞാൽ ലെൻസ് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും ഹൈ വാട്ടർ ആകുമ്പോൾ. മോർ ഡെപ്പോസിറ്റ് പ്രോ. സർഫേസിൽ കൂടുതൽ ഡെപ്പോസിറ്റ്സ് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം പെർവാപ്പറേഷൻ വരുമ്പോൾ ലെൻസ് ഡ്രൈ ആവും. ഡ്രൈ ആവുമ്പോൾ ചെറിയ ഷ്രിങ്കേജ് ഉണ്ടാവും. ഷ്രിങ്കേജ് ഉണ്ടാവുമ്പോൾ സർഫേസ് ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും. അതുവഴി കൂടുതൽ ഡെപ്പോസിറ്റ്സ് ലെൻസിന്റെ സർഫേസിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടാം. മോർ സസെപ്റ്റബിൾ ടു ദ എൻവയോൺമെന്റ്. ഇപ്പോൾ നമ്മളൊരു ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള എൻവയോൺമെന്റിലേക്ക് പോയാൽ പെർവാപ്പറേഷൻ വളരെ പെട്ടെന്ന് കൂടും. അങ്ങനെയുള്ള ചേഞ്ചസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ആർ വെരി ഹൈ. ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഓട്ടോമാറ്റിക്കലി അടുത്ത് വരുന്ന പ്രശ്നം എന്താണ്? ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുമ്പോൾ ലെൻസ് പവർ കൂടുന്നതിനനുസരിച്ച് തിക്നെസ് വിൽ ബി ഹയർ. തിക്നെസ് കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡി കെ ബൈ ടി കുറയും. ലെസ് സ്റ്റേബിൾ പാരാമീറ്റേഴ്സ് ഓർ ലോ റീപ്രൊഡ്യൂസിബിലിറ്റി. വളരെ അതായത് സ്റ്റെബിലിറ്റി കുറഞ്ഞ ഒരു മെറ്റീരിയൽ ആയിരിക്കും നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ ലോവർ റീപ്രൊഡ്യൂസിബിലിറ്റി ആയിരിക്കും ലെൻസിന് വരുന്നത്. ദെൻ തെർമൽ ഡിസിൻഫെക്ഷൻ നോട്ട് റെക്കമെൻഡഡ്. കാരണം ഇവാപറേഷൻ അല്ലെങ്കിൽ വാട്ടർ ലെൻസിന്റെ മാട്രിക്സിൽ നിന്ന് വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ തെർമൽ ഡിസിൻഫെക്ഷൻ പോസിബിൾ അല്ല, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് എ ട്രയൽ ലെൻസസ്. കാരണം ട്രയൽ ലെൻസസ് നമ്മൾ ഒരാളുടെ കണ്ണിൽ വെക്കുന്ന സെയിം ലെൻസാണ് അടുത്തയാളുടെ വെക്കുന്നത് അല്ലേ? സോ അപ്പോൾ അതുകൊണ്ട് തന്നെ തെർമൽ ഡിസിൻഫെക്ഷൻ അത്ര പോസിബിൾ ആവത്തില്ല ഇവിടെ. മോർ ഡിഫിക്കൽട്ട് ടു മാനുഫാക്ചർ. കാരണം എന്തുകൊണ്ടാണ്? രണ്ട് ലെൻസസിനെ സിമിലർ പാറ്റേണിൽ മാനുഫാക്ചർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ it will be more difficult to manufacture. The lens cannot be made too thin. ഒത്തിരി തിൻ ആയിട്ട് വെച്ചാൽ ലെൻസ് ഓപ്പറേഷൻ ഉണ്ടായിട്ട് അതിന്റെ ഷേപ്പിൽ ചേഞ്ചസ് വരും. So we'll end the session here. People just go through the slides and the video. If you got any doubts, please do let me know in our group. Thank you all. Thank you.